ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മീൻ കറിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ഫുള്ളായിട്ട് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈ മീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായി പഴുത്ത ഒരു തക്കാളിയാണ്. തക്കാളിയും ചെറിയുള്ളിയും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വഴണ്ടു വന്ന തക്കാളിയിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാവുന്നതാണ്. 1.5 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളിടുന്ന സമയം തീ സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക, കാരണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ സിമ്മിൽ വെച്ചതിന് ശേഷം ആ ഒരു പച്ചമണം എല്ലാം പോകുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മൾ മീൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. കുടംപുളി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മീൻ കറി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുടംപുളി 4 കഷ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് നന്നായി തിളയ്ക്കാൻ വിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മീൻ ഏതായാലും നമുക്കത് യൂസ് ചെയ്ത് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മീൻ കറിക്ക് ഒരുപാട് സമയത്ത് വേവൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് മീനെല്ലാം വെന്ത് വന്നതിന് ശേഷം നമ്മൾ 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയമൊന്നും തിളയ്ക്കാൻ വേണ്ടി വെക്കരുത്. ചെറിയൊരു തിള വരുന്ന സമയം നമ്മൾ സ്റ്റവ് ഓഫാക്കി കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി സ്വാദുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്